നമുക്കിവിടെ എളുപ്പത്തിലുണ്ടാക്കാവുന്നൊരു മീൻ കറിയുടെ റെസിപ്പി കാണാമേ. ഇതിനായിട്ട് ഞാൻ 750 ഗ്രാം സാമണ എടുത്തിരിക്കുന്നത്. എൻ്റെ മീൻ ചട്ടി നേരെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ടൊരു പാൻ വെച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയപ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടു. പിന്നെ ഇത്രയും വെളുത്തുള്ളിയും ഈ വലുപ്പത്തിൽ ഇഞ്ചിയും ചെറുതായിട്ടരിഞ്ഞ് ഞാൻ വഴറ്റുവാണ്. ഞാൻ മീൻ കറി സാധാരണ ചെറിയ ഉള്ളിയും മല്ലിപ്പൊടിയും ചേർക്കാറില്ല. എൻ്റെ മീൻ കറി 2-3 ദിവസം വെളിയിലിരുന്നാലും അഴുക്കാകാറില്ല. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴന്നു വരുമ്പം അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവനുസരിച്ച് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീ വളരെ കുറച്ചിട്ട് വേണം വഴറ്റാൻ. കാരണം നമ്മുടെ പൊടി കരിഞ്ഞു പോകരുത്. എന്നാൽ നമുക്ക് ഇച്ചിരി കളർ വേണമെങ്കിൽ അത് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റുകയും വേണം. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ മസാല ഒന്ന് തണുത്തപ്പോഴേ ഇതിൻ്റെ പകുതി എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളത്തിൽ പകുതി ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. അത് നമ്മുടെ മീൻ കറിയുടെ ഗ്രേവി തിക്കാകാൻ വേണ്ടി. ഇനി ഞാൻ ചട്ടിയിലേക്ക് അരപ്പും പുളിവെള്ളവും 1.5 കപ്പ് തിളപ്പിച്ച വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളയ്ക്കാൻ വെക്കുക. ഇനി ഞാൻ എൻ്റെ അമ്മ ചെയ്യുന്നൊരു ടിപ്പ് കാണിച്ചു തരാം. എൻ്റെ അമ്മ ഫ്രഷ് കായത്തിൻ്റെ കട്ട ഇതുപോലെ മീൻ ചട്ടിയുടെ അടപ്പയിൽ ഒട്ടിച്ചു വെക്കും. ഈ ആവി ചെല്ലുമ്പോൾ അതിങ്ങനെ മെൽറ്റ് ചെയ്ത് കായം ഇതിനകത്തോട്ട് വീഴും. എപ്പോഴും ഫ്രഷ് കായം ചേർക്കുന്ന ഒരു രുചിയാണല്ലോ. നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില തണ്ടോടുകൂടി ചേർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ചേർത്ത് കൊടുക്കാം. കണ്ടേ, കായമെല്ലാം മെൽറ്റായി അതിനകത്ത് വീണിരിക്കുന്നുണ്ട്. ഇത്രേ ബാക്കിയുള്ളൂ. ഇതിൻ്റെ മുകളിലൊരു ഇത്തിരി കരിയാപ്പില കൂടി ഇട്ട് കൊടുക്കാവേ. ഇടയ്ക്ക് നമുക്ക് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ പുളിയും ഉപ്പും ഒക്കെ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഞാനൊന്ന് നോക്കട്ടെ. നല്ല പുളിയുണ്ട്, പക്ഷേ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. ഇത് അടച്ച് വെച്ച് നമുക്ക് ചെറിയ തീയിൽ ഇതിനെ നമുക്ക് വറ്റിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ പിന്നെ സ്പൂൺ ഇടത്തില്ലല്ലോ, നമ്മുടെ കഷ്ണം പൊട്ടിപ്പോത്തില്ലേ. ഇതൊരു 15 to 20 മിനിറ്റ്സ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്കാകട്ടെ. ഇവിടെ മീൻകറി ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല വറ്റി തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്യുവാന്നേ. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിനിയും ഈ മീൻ കറിയുടെ തിക്നെസ് ഒന്ന് കാണിക്കാം. കണ്ടോ, നല്ല തിക്ക് ഗ്രേവി അല്ലേ. നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെങ്കിൽ ആ ഫുൾ മസാല അങ്ങ് അരച്ചാൽ മതിയേ. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ടിപ്സ് യൂസ് ചെയ്യാമായിരിക്കും. Thank you so much for watching my channel.